ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗ്ലാസ്സിലോ അല്ലെ ഒരു ബൗളിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ്സിലാണ് കേട്ടോ. സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് പകരം ചെറിയ സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ കേക്ക് ടിന്നാണെങ്കിൽ കേക്ക് ടിന്നിലും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതാണോ ചെയ്യുന്നത് അതിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. സൈഡിലൊക്കെ ചെയ്യണം കേട്ടോ. ഗ്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിയാണ്, മൈദപ്പൊടി ഇട്ടിട്ട് എല്ലായിടെയും ഒന്ന് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. നന്നായിട്ട് ആ എണ്ണയിൽ മൈദ ഇങ്ങനെ പെരണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് മൈദ ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 2 ഗ്ലാസ്സിലും ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1/4 കപ്പ്. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് അരിച്ചിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും ആ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് നിങ്ങൾ ഒരുമിച്ച് ചേർക്കണ്ട കേട്ടോ, ഇത്തിരി ആയിട്ട് ചേർത്താൽ മതി. കാരണം ചിലപ്പോൾ ചില പൊടിയിൽ പാല് കുറവേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാലും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. ഒരുപാട് തിക്കല്ല, നമ്മുടെ ആ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലോ ബൗളിലോ എന്തിലാണെങ്കിലും ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നല്ല പോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 1/2 ഗ്ലാസ് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നന്നായിട്ട് പൊങ്ങും ഇത്. അപ്പോൾ അതേ നന്നായിട്ട് നമുക്കിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായി തന്നെ ഇതിനൊരു പാന് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു പഴയ പാനൊക്കെ എടുത്താൽ മതി, ഇല്ല ഇഡ്ഡലി ചെമ്പ് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇത് ഗ്ലാസും ഇതും പ്ലേറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 30-35 മിനിറ്റാണ് മാക്സിമം എടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബൗളിനും ഗ്ലാസ്സിനൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കണ്ടോ, ഒരു 30 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊങ്ങിയിട്ട് ഗ്ലാസ്സിന് പുറത്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇത്തിരി പുറത്തോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവ് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഞാനത് എടുക്കുന്ന വീഡിയോ എന്തെങ്കിലും മിസ്സായി പോയിട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ പുറത്തോട്ട് വന്നോളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. കുട്ടീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.